ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 10 സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സ് കാണിച്ചു കേട്ടോ. എല്ലാം കൂടിയിട്ട് 10 പ്രോഡക്ട്സ് ആണ്. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 1, 2, 3, 4 ബോട്ടിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പുതിയ പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം, അപ്പൊ അതിന് റിവ്യൂസ് പറയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഒരു മാസം തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് നല്ല പ്രോഡക്റ്റ് അങ്ങ് സൂട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എന്നാലും ചിലത് നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും, നന്നായിട്ട് നമ്മുടെ സ്കിന്നായിട്ട് സൂട്ടായെന്ന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ വേറെ പ്രോഡക്ട്സ് ഒന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഇത് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെയും യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് വന്നിട്ട് നോർമൽ ടു ഡ്രൈ, ബോഡി എക്സ്ട്രീംലി ഡ്രൈ ആണ്, പക്ഷെ ഫേസ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ടു ഡ്രൈ ആ ഒരു ഇതിലാണ് വരുന്നത്. നല്ല ബഹളമുണ്ട് ഇവിടെ, അപ്പുറത്തൊക്കെ മരം മുറിക്കുകയാണ്. 2-3 ദിവസമായിട്ടുള്ള പരിപാടി. ഇനി 4-5 ദിവസം ഇത് തന്നെയായിരിക്കും പണി. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പരമാവധി എഡിറ്റ് ചെയ്ത് സൗണ്ട് ശരിയാക്കാൻ നോക്കാം, എന്നാലും കുറച്ച് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യണം, വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് നോർമൽ ടു ഡ്രൈ ആണ്. ഫേസിന്റെ കാര്യം വരുമ്പം ബോഡി എക്സ്ട്രീംലി ഡ്രൈ ആണ്. പിന്നെ എൻ്റെ ഫേസിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ ഈ താടിയുടെ ഭാഗം ഡാർക്ക് ആയിട്ടുണ്ടാവും, പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ് ആയിരിക്കും. അങ്ങനെ അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി പ്രായത്തിൻ്റെതായിട്ടുള്ള ചുളിവുകൾ, അതേപോലെ തന്നെ ഇവിടെ ചെറിയ പോഴ്സ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പോഴ്സ് പ്രശ്നമുണ്ട്, അതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷൻ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ബയോഡെർമയുടെ മോയ്സ്ചറൈസർ ആണ്. ഇത് നോർമൽ ടു ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതിന്റെ പ്രൈസ് വന്നിട്ട് 600 രൂപ അറൗണ്ട് ആയിട്ട്, 699 രൂപ. പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ആ ഒരു തരത്തിലാണ് ഉണ്ടാവുക. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്ര തിക്കും അല്ല, അധികം തിന്നല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആവും. വേറൊരു പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകിച്ചൊരു മണമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും സെൻസിറ്റീവ് നോസ് ഉള്ളവരുണ്ടല്ലോ, കുറെ പേർക്ക് മണം തീരെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് നല്ല അടിപൊളിയാണ്. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഓയിലി ആക്കില്ല. ഇത് ഞാൻ ഒരു 4-5 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസർ ആണ്. ബയോഡെർമ നല്ല ബ്രാൻഡും ആണ്, അത്യാവശ്യം അഫോർഡബിളും ആണ്. അപ്പൊ ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഇതിൽ നിയാസിനമൈഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രേഷൻ 24 hours എന്ന് പറയുന്നത്. 24 hours ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതും ഉണ്ട്. ഏകദേശം ടെക്സ്ചർ ഒക്കെ സിമിലർ ഉണ്ട്. ഭയങ്കര വെള്ളം പോലെയാണ്, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, നന്നായിട്ട് ബ്ലെൻഡ് ആവും. നമുക്ക് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല കേട്ടോ. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് സൺസ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ വൈറ്റ് കാസ്റ്റ് വരുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ചില സൺസ്ക്രീൻ ഭയങ്കര തിക്കായിരിക്കും. നമുക്ക് ഇങ്ങനെ ഉരച്ചുരച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എളുപ്പത്തിൽ ബ്ലെൻഡ് ചെയ്യണം, പെട്ടെന്ന് ഇട്ടിട്ട് പോകണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ വിഷ് കെയറിന്റെ സൺസ്ക്രീൻ ഭയങ്കര നല്ലതാണ്. ഈ ഒരു ഓറഞ്ച് കളറിൽ വരുന്നതാണെങ്കിൽ ശരി, ബ്ലൂ കളറിൽ വരുന്നതാണെങ്കിൽ ശരി, രണ്ടും നല്ലതാണ്. SPF 50 PA++++, 4+ ഉണ്ട്. വിറ്റമിൻ C സൺസ്ക്രീൻ ആണ്. കോജിക് ആസിഡ് ഉണ്ട്, പിന്നെ ലിക്കറൈസ് ഉണ്ട്, ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാലും സൺസ്ക്രീനിന്റെ ജോലി ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും തരുന്നുണ്ട്. അത്യാവശ്യം ഒരു അഫോർഡബിൾ റേറ്റിലും ആണ് ഇത് ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 50 ഗ്രാമേ ഉള്ളൂ, ഒരു 300 രൂപ അറൗണ്ട് ഒക്കെ ആയിട്ട് ഇത് നമുക്ക് കിട്ടും. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സൺസ്ക്രീൻ ആണ്. ഇത് ഉപയോഗിച്ചിട്ട് എന്താ തോന്നിയിട്ടില്ല എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണം. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന പ്രോഡക്ട്സ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും പ്രത്യേകമായിട്ട് അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ആ ഒരു രീതിക്കല്ലേ ഞാൻ പറയണേ. അപ്പൊ അതല്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഉപകാരമാവുമല്ലോ. എനിക്ക് എന്തായാലും ഇത് നന്നായിട്ട് വർക്കായിട്ടോ. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ് കേട്ടോ വാസ്ലിന്റെ കൊക്ക റേഡിയന്റ് ബോഡി ഓയിൽ എന്ന് പറഞ്ഞിട്ട്. ഇതിന് കുറച്ച് വിലയുണ്ട്, 800-850 രൂപയുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നൈക്കയിലൊക്കെ ഉണ്ട്. അധികം അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടില്ല, പക്ഷെ ഇത് അടിപൊളിയാ. എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്, നല്ല തണുത്ത കാലാവസ്ഥ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ബോഡിയൊക്കെ ആണെങ്കിൽ ഇത് നന്നായിട്ട് വർക്കാവും. ഞാൻ കാശ്മീർ പോയ സമയത്ത് അവിടെ സ്നോഫോൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ബോഡി നല്ല ഡ്രൈ ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച് പൊട്ടി ആകെ അലമ്പാവുന്ന വിചാരിച്ചു. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു സ്കിന്നാണ്, നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി സ്കിന്നൊക്കെ പീൽ ഓഫ് ചെയ്ത് പോകും. പക്ഷെ ഇത് അപ്ലൈ ചെയ്ത കാരണം തോന്നുന്നു, അതെ ഇത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. മെയിൻ ആയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബോഡിക്ക് ഒരു ഷൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത് ഏതൊരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ
ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധനം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കോളർ ബോണ്ട് അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടായിരുന്നു കാണിക്കണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഷൈൻ പോലെ ഉണ്ടാവും. ഇപ്പൊ ഇത്ര കണ്ടും കാണുന്നെന്ന് എനിക്കറിയില്ല, പക്ഷെ ശരിക്കും ഭയങ്കര ഒരു ഗ്ലോയി ലുക്കിൽ. ഇപ്പൊ നമ്മൾ ഷോർട്ട് ഡ്രസ് ഒക്കെയാണ് ഇടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷൈൻ ഉണ്ടാവും. കയ്യിലാണെങ്കിലും അതെ, മുഖത്ത് പറ്റില്ല കേട്ടോ എന്തായാലും, ഇങ്ങനെ ഭയങ്കര ഒട്ടൽ ഉള്ളൊരു ഫീലാണ്. അതല്ലെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആണെങ്കിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ഓയിലാണ്, എന്നാൽ കുറച്ചൊരു ജെൽ പോലത്തെ ഒരു ഓയിലാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരു കവറിങ് പോലെ നിൽക്കും. ഫുള്ളായിട്ട് പെനിട്രേറ്റ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ല, അങ്ങനത്തെ ഒരു എഫക്റ്റ് അല്ല. ഇപ്പൊ വാസലിന്റെ ഗ്ലൂട്ടാഹയ സിറമിൻ ലോഷൻ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെയല്ലേ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നേ അറിയില്ല. കുറെ പേർക്ക് അതാണ് ഇഷ്ടം. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഞാൻ അതും കുറെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഓൾറെഡി അത് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബോഡിക്ക് ആ ഒരു ഷൈൻ തരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് പോരാണ്ട് നമ്മുടെ കാലൊക്കെ ഭയങ്കര വരണ്ട് പൊട്ടി അങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. അതേസമയം ഇതിന്റെ നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇങ്ങനെ ഒരു ഓയിലി ഫീൽ ഉണ്ടല്ലോ, കാണുമ്പോൾ ഉള്ള ഒരു ഓയിലി ഫീൽ, അത് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിത് 2ാമത്തെ ബോട്ടിലാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ബോഡി ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിന് ചെറിയ ബോട്ടിൽ കിട്ടുമോന്ന് അറിയില്ല, പക്ഷെ ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം നമ്മുടെ കാലൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പിരിപിരാന്നൊക്കെ ഇരിക്കില്ലേ, ഇങ്ങനെ പൊടി പോലെ വരണം, അതൊക്കെ അത് കംപ്ലീറ്റ്ലി മാറ്റി നല്ലൊരു ഷൈൻ അങ്ങനത്തെ കാൽപാദത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തണുത്ത ക്ലൈമറ്റിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത് വന്നിട്ട് ലിപ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ലിനേജിന്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ലിപ് ബാം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, മാസ്ക് എന്ന് പറയിച്ചാലും. എസ്പെഷ്യലി ഇത് രാത്രി സമയത്തുണ്ടല്ലോ, നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് പൊട്ടി അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാന്ന് വിചാരിക്കുക. അതൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും 2 ദിവസത്തിൽ തന്നെ. ഈ ലിനേജിന്റെ ലിപ് മാസ്ക് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ കണ്ണ് പിടിക്കുമെന്ന് അറിയില്ല, കണ്ണ് പിടിക്കുമെന്നൊക്കെ എനിക്കിങ്ങനെ കുഞ്ഞക്ഷരമൊന്നും കാണില്ല കേട്ടോ. അപ്പൊ കണ്ണട വെച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും കാണൂല മര്യാദയ്ക്ക്. ആണോ ഇല്ലല്ലോ, 600 രൂപ. പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതാണ് ഞാൻ തണുത്ത കാലാവസ്ഥയിലൊക്കെ ഉള്ളപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല മണമാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള മാസ്ക് ആണ്. അപ്പോൾ ചുണ്ടിങ്ങനെ വരണ്ട് പൊട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ലിപ് മാസ്ക്, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ വന്നിട്ട് പ്ലമ്മിന്റെ റൈസ് വാട്ടേഴ്സ് നിയാസിനമൈഡ് 3% ടോണർ ആണ്. അപ്പൊ ഞാൻ ടോണർ എന്നുള്ള രീതിയിൽ ഇതാണ് ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 4-5 ബോട്ടിലെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രേ ബോട്ടിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. മേക്കപ്പിന്റെ മീതിയല്ല, നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം. 2 ഇതിൽ നിയാസിനമൈഡ് ആണുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പോഴ്സിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ കുഞ്ഞു പോഴ്സ് ആണ്, ഭയങ്കര വലിയ മറ്റേ ആക്നെ സ്കാർസ് അല്ല, പകരം ഇങ്ങനെ ഓറഞ്ച് പീൽ ടെക്സ്ചർ എന്ന് പറയാം, അങ്ങനത്തെ പോഴ്സ്. എനിക്ക് ശരിക്കും വിസിബിൾ ആയിട്ട് ഞാൻ കണ്ടു തുടങ്ങിയത് എനിക്കൊരു ഈ കഴിഞ്ഞ ബർത്ത്ഡേ 35ാമത്തെ വയസ്സിലാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്കിന്നിന്റെ ഡൗൺഫോള് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള സ്കിൻ കെയറിൽ മാറ്റം വരുത്താന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു കുട്ടി പോഴ്സും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് ഇത് നല്ല ടോണറാണ് കേട്ടോ. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ടോണറാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 420. പെട്ടെന്ന് തീർന്നു. പിന്നെ പ്ലം എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡും ആണ്, നല്ല ബ്രാൻഡാട്ടോ. അത്യാവശ്യം നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവരുടെ മോയ്സ്ചറൈസർ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടം. ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്തായാലും ഈ പ്ലമ്മിന്റെ നിയാസിനമൈഡ് ടോണറാണ്. അപ്പൊ നമുക്ക് ആ നിയാസിനമൈഡിന്റെ ബെനിഫിറ്റ്സും കിട്ടും, വലിയ ബുദ്ധിമുട്ടില്ലാണ്ടും കിട്ടും. പോഴ്സ് ഒക്കെ ഒന്ന് ആ ടൈറ്റൻ ആവുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഇവഞ്ച്വലി കാണാനും കഴിയും കേട്ടോ. ഇത് മാത്രം കൊണ്ടല്ല ഞാൻ പറയണേ, പക്ഷെ ഇതും നല്ലൊരു രീതിക്ക് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്റ്റീവ് എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. നമുക്കൊരു ലേറ്റ് 20s ആവുമ്പോൾ മുതൽ തന്നെ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇത് ഓർഡിനറിയുടെ ആണ്. ഇത് നല്ല ബ്രാൻഡാണ് കേട്ടോ, ഓർഡിനറിയുടെ അടിപൊളിയാണ്. ഇതിന്റെ ഒരു ഡ്യൂപ്പ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റ് അടിപൊളിയാണ്. പ്ലമ്മിന്റെ യൂസ് ചെയ്യാറുണ്ട്, ഡെർമാക്കോന്റെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ഇതിന് സ്ക്വയലൈൻ 0.5% സ്ക്വയലൈനും ഉണ്ട്. ഇതിൽ റെറ്റിനോൾ ഭയങ്കര ഹൈ പെർസെൻറ്റേജ് ഒന്നും അല്ല കേട്ടോ. റെറ്റിനോളിന്റെ വേറൊരു സംഗതിയാണ് ഈ ട്രെറ്റിനോൾ എന്ന് പറയുന്നത്. അത് പ്രിസ്ക്രിപ്ഷനിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇത് റെറ്റിനോൾ ആണ്. ഇത് നമുക്ക്
എല്ലാ ദിവസവും വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ടോണർ യൂസ് ചെയ്യണമെങ്കിൽ ടോണർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സിറം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനൊരു ഒരു രീതി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ലൈറ്റ് ആയിട്ടുള്ള സംഗതി ആദ്യം അപ്ലൈ ചെയ്യുക. ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വെള്ളം പോലെയുള്ള സാധനം ആദ്യം അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഓയിലിലേക്ക് വരിക. അതാണ് ആ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നമ്മളൊരു ഫേസ് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിറം ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല. അപ്പൊ ആ ഒരു രീതിക്ക് അങ്ങ് ഓർത്താൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ റെറ്റനോളിന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുണങ്ങൾ എന്താന്നുള്ളത്, നമുക്ക് ആ ഒരു പ്രായത്തിന് ഇത് ഒരു പരിധി വരെ വല്ലാണ്ടല്ല, ഒരു പരിധി വരെ എന്തായാലും നമുക്ക് പ്രായമാവും. പക്ഷെ നമുക്കൊന്ന് സ്ലോ ആക്കാൻ പറ്റും കേട്ടോ. ലേറ്റ് 20s നമുക്ക് എന്തായാലും റെറ്റനോൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മിഡ് 30s ഉപയോഗിച്ചാൽ നല്ലതാണ്. നമുക്ക് ആ ഒരു സ്കിൻ കെയറിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, റെറ്റനോള് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ഞാനിങ്ങനെ ആക്റ്റീവ്സ് മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കോജിക് ആസിഡ് യൂസ് ചെയ്യും, ഒരു ദിവസം റെറ്റനോൾ യൂസ് ചെയ്യും, അങ്ങനെ മാറ്റി മറിച്ച് യൂസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമുക്ക് റെറ്റനോളിൻ്റെ ഒപ്പം വേറെ സിറം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നിയാസിനമൈഡും റെറ്റനോളും കൂടി യൂസ് ചെയ്യാം. പക്ഷെ അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലർക്ക് എല്ലാ ആക്റ്റീവ്സും അല്ല 2 ആക്റ്റീവ്സും കൂടി ഒരുമിച്ച് വരുമ്പോൾ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് പോലെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. സേഫ്റ്റിക്ക് നമുക്ക് ഒറ്റൊരെണ്ണം യൂസ് ചെയ്താലും മതി. അടുത്ത് വന്നിട്ട് സ്കിൻ കെയറിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. കാരണം മേക്കപ്പ് റിമൂവ് ചെയ്യാന്ന് പറയുന്നതും സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് അതിനൊരു എഫക്റ്റ് വരണമെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മേക്കപ്പ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മേക്കപ്പ് വെച്ച് കിടന്ന് ഉറങ്ങുകയാണ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാണ്ട് നമ്മൾ കുറേ നേരം വെച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരും, പോഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മേക്കപ്പ് റിമൂവർ നല്ലതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാംസ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യട്ടോ. അപ്പൊ സ്കിൻ ഡ്രൈ ആവൂല. അപ്പൊ നമുക്കൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ ക്ലോത്തിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഫേസ് വാഷ് വെച്ചിട്ട് തന്നെ വാഷ് ചെയ്യുക. അതിനുശേഷം സ്കിൻ കെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ യൂസ് ചെയ്യണത് റൈസ് വാട്ടർ ബ്രൈറ്റ് ഫേസ് ഷോപ്പിന്റെ അല്ലേ ഇത്. ഇത് ഞാൻ 3-4 തവണ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനത്തെ ചെറുതും മേടിക്കും കേട്ടോ. ചെറുതാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനായിട്ട് നല്ലത്. അതേപോലെ തന്നെ മൈക്രോ ഫൈബർ ടവൽ അല്ലെങ്കിൽ കോട്ടൺ പാഡ് അതും കരുതും. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ എത്ര ടയേർഡാണ്, എന്ത് ക്ഷീണമെന്ന് പറഞ്ഞാലും മേക്കപ്പ് റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് കിടക്കുക. സ്കിൻ കെയർ സ്കിപ്പ് ചെയ്താലും സാരില്ല, പക്ഷെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തനി ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള ഒന്നാണ്. ഇത് വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം ആണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക നോസിലായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. രാത്രി കിടക്കുമ്പോഴോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് ആ ഒരു ഓയിലി ഫീല് തരില്ല. അപ്പൊ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ രാത്രി തന്നെ ചെയ്താൽ മതി. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു നനവ് ഉണ്ടാവും. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുടി സാധാരണ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇവിടെ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, നമ്മൾ പ്രോപ്പർ ഡയറ്റും അതേപോലെ തന്നെ വർക്കൗട്ടും നമ്മുടെ ഹെൽത്ത് കുറെ കൂടി ശ്രദ്ധിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളുണ്ട്. എൻ്റെ ഒരിടയ്ക്ക് എൻ്റെ മുടി നിങ്ങളെന്നെ കണ്ടിട്ടുള്ളതല്ലേ, ഇവിടെയാണെങ്കിലും അതേപോലെ മുടിയുടെ ഉള്ളാണെങ്കിലും ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ പണ്ടത്തെ മുടിയുടെ അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി വരുന്നുള്ളത്. എനിക്ക് തോന്നുന്നത് പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു 4-5 വർഷമാണ് എനിക്ക് നല്ല ഉള്ളും ഒക്കെ ആയിട്ട് നല്ല മുടി ഉണ്ടായിരുന്നത്. അതിന് മുന്നും ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിക്കുന്ന സമയത്തും ആ ഒരു ചെറുപ്പപ്രായം ഉണ്ടാവുമല്ലോ, ആ സമയത്തുണ്ടായി. അതുപോലെ ഒന്നും മുടി എനിക്ക് തോന്നുന്നില്ല ഇനി തിരിച്ചു വരുന്നുള്ളത്. കാരണം ആ രീതിക്കുള്ള പ്രായമല്ല. പിന്നെ മുടി പോയതൊക്കെ അങ്ങനെ കംപ്ലീറ്റ്ലി തിരിച്ചു വരുത്താൻ വലിയ പാടായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്ക് കെയർ ചെയ്തുള്ളതിനെ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ എന്നാലും ബെറ്റർ ആയിട്ടുണ്ട് മുടിയുടെ കാര്യത്തിൽ. ഇവിടെയാണെങ്കിലും ഒക്കെ മുടി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലർക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓരോ സീസൺ പോലെ ചില സീസണിൽ നമുക്ക് മുടി നന്നായിട്ട് കൊഴിയും, പക്ഷെ ചില സീസണിൽ നമുക്ക് അത് നല്ല ബെറ്റർ ആവും. എനിക്കിപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോഴായിരിക്കും നല്ലോണം മുടി പോവുകയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഒരുപാടൊന്നും സ്ട്രെസ് ചെയ്താൽ ഇത് തിരിച്ചു വരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആവുകയുള്ളൂ. അത് കൂടുതൽ മുടി കൊഴിച്ചിലും പ്രശ്നങ്ങളിലേക്കും പോവും. അപ്പോൾ
ബേസിക് ആയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എളുപ്പത്തിൽ ടേക്ക് കെയർ ചെയ്യണം എന്നാണെങ്കിൽ ഇതേപോലത്തെ ഒരു ടോണർ മേടിച്ചാൽ നല്ലത്. ഞാൻ ഫസ്റ്റ് ഇൻഡൽജിയോന്റെ ടോണർ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നല്ലത് തന്നെയാണ്. പിന്നെയാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ കുറച്ചും കൂടി എളുപ്പം, കാരണം സ്പ്രേ അല്ലേ. പക്ഷെ ഇത് ക്വാണ്ടിറ്റി കുറവാണ്, പെട്ടെന്ന് പെട്ടെന്ന് തീരും. അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സംഗതി എനിക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ട്. നല്ലൊരു ടോണർ. ഈ ടോണർ തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡൽജിയോന്റെ ടോണർ ഉണ്ട്, അതാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്ലമ്മിന്റെ ടോണർ ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോട്ടെ, നമുക്കത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഹെയർ കെയർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ കുറെ കൂടി എളുപ്പമുണ്ട് കേട്ടോ. അടുത്ത വന്നിട്ട് ഒരു അൺഡ്രാം റോൾ ഓൺ ആണ്. ഇതിപ്പോ സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഞാൻ പറയാം കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റോൾ ഓൺ എന്ന് പറയുന്നത് AHA BHA ഉള്ള റോൾ ഓൺ ആണ് യൂസ് ചെയ്യുക. അത് എനിക്ക് അൺഡ്രാംസിന്റെ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അൺഡ്രാം ഡാർക്ക്നെസ്സിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെച്ചപ്പെടാൻ ഇങ്ങനത്തെ ഡിയോസ് മാത്രമല്ല, മെയിൻ ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഒരു സ്കിൻ കെയറിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡിയോ ഒക്കെ പലരും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിങ്ങനെ ഈ AHA BHA ഉള്ളതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ചിലപ്പോൾ ബെറ്റർ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഡിയോസ് യൂസ് ചെയ്യാൻ ഓക്കെ ഉള്ളവരാണെങ്കിൽ, അല്ല അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേണ്ട കേട്ടോ. പിന്നെ കെമിസ്റ്റ് അറ്റ്പ്ലേയുടെ അൺഡ്രാം റോൾ ഓൺ 5% AHA ഉണ്ട്. ഇതാണ് ഞാൻ കുറച്ചധികം പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ വിഷ് കെയറിന്റെയും ബോഡി വൈസിന്റെയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഈ 3 AHAs BHAസും ഉണ്ട്. നല്ല അണ്ടർആം റോൾ ഓൺ ആണ്. നമ്മുടെ ആ ഒരു ഓർഡർ വേർപ്പ് നാറ്റത്തെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിനെക്കാളും കൂടുതൽ ചെറിയ രീതിയിലൊന്ന് അണ്ടർആം ഡാർക്ക്നെസ്സിലൊന്ന് കൺട്രോൾ ചെയ്യും. ഞാൻ ഒരു കാര്യം ഒന്നും കൂടി ഞാനത് മെൻഷൻ ചെയ്യട്ടെ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഷേവിങ് വളരെയധികം കുറച്ചു, കാരണം ഞാൻ ലേസർ ചെയ്ത കാരണം ഹെയർ ഗ്രോത്ത് അവിടെ വളരെ കുറവാണ്, അതുണ്ട്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ട്വൈസ് എ വീക്ക് യൂസ് ചെയ്യും. നല്ലൊരു റുട്ടീൻ ഫോളോ ചെയ്യും. അതായത് അണ്ടർആംസ് സ്ക്രബ് ചെയ്യാറുണ്ട്, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്, പിന്നെ ഈ ഡിയോ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി ചേർത്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലാണ് എനിക്ക് അണ്ടർആംസിന്റെ ഡാർക്ക്നെസ് കുറഞ്ഞു തുടങ്ങിയത്. ഇപ്പോഴും ഇങ്ങനെ ഈ സിനിമയിലെ ആക്ടേഴ്സിനൊക്കെ കാണില്ല, അതുപോലെ ഇങ്ങനെ ഈ ഇവിടുത്തെ അതേ നേരമല്ല, അണ്ടർആംസിന് കുറച്ചൊക്കെ ഡാർക്ക്നെസ് ഉണ്ട്. പക്ഷെ അത് ഓക്കെയാണ്. ഇനിയിപ്പോൾ നല്ല ഡാർക്ക് ആണെങ്കിൽ അത് ഓക്കെയാണ്, കാരണം അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇൻ കേസ് അതിൽ കുറച്ച് മാറ്റം കൊണ്ടുവരണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യും. അതുപോലെ ഈ ഒരു ഡിയോ യൂസ് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്ന് പറയുന്നത് ഇതൊരു ഹെയർ കെയറിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഹീറ്റ് പ്രൊട്ടക്റ്റൻ ആൻഡ് കണ്ടീഷണർ മിക്സ് ആണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റനിങ്ങും അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ആണെങ്കിലും ശരി, കേളിങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിലും ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലത്തൊക്കെ ഇറങ്ങുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഹീറ്റ് പ്രൊട്ടക്റ്റ് എന്നുള്ള രീതിയിൽ, അങ്ങനത്തെ രീതിയിൽ മാത്രമല്ല, വെറുതെ മുടിക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ബീ ബ്ലണ്ടിന്റെ ആണ് കേട്ടോ. എനിക്ക് അതിങ്ങനെ ചില സമയത്തൊന്ന് മുടി ഒരു ഒട്ടൽ പോലെ ഫീൽ ചെയ്തിട്ടാണ് ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് ഞാൻ ട്രൈ ചെയ്തത്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് 2ാമത്തെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുറെ കൂടി ഇഷ്ടപ്പെടും എല്ലാവർക്കും. പിന്നെ കുറെ കൂടി അഫോർഡബിൾ ആണ്. 375 രൂപയാണ് കേട്ടോ 100 ml പ്രോഡക്റ്റ്. ഇത് ഒരു തവണ മേടിച്ചാൽ കുറെ നിൽക്കും. ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഭയങ്കര ഹാർംഫുൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള 10 പ്രോഡക്ട്സ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ആയിട്ട് ടാഗ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഡിസ്കൗണ്ട്, ഏറ്റവും അധികം ഡിസ്കൗണ്ട് ഉള്ള വെബ്സൈറ്റിൽ നിന്ന് നോക്കിയിട്ട് ഞാനിവിടെ ടാഗ് ചെയ്യാം. അപ്പം എൻ്റെ സ്കിൻ ടൈപ്പും അതേപോലെ തന്നെ എൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് നോക്കാം. അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി ഓയിലി സ്കിൻ ആണെന്ന് വിചാരിക്കൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള അതേ സ്കിൻ ടൈപ്പുള്ള യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് മേടിക്കുക കേട്ടോ. അപ്പം നമ്മളൊരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരാൾക്ക് വർക്കായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കരുത്. എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പും അവരുടെ സ്കിൻ ടൈപ്പും ഓക്കെ ആണോ, അതേപോലെ തന്നെ ആ യൂട്യൂബർ അതിൻ്റെ നെഗറ്റീവ്സും കൂടി പറഞ്ഞിട്ടുണ്ടോ, അതിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് മാത്രം മേടിച്ചാൽ മതി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഡക്ട്സിന്റെ എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോസിറ്റീവ്സ് ആണെങ്കിൽ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് താല്പര്യമുണ്ട് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സജഷൻസ് പറയൂ. അപ്പോൾ അതും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ലവ് യു ഓൾസോ സോ മച്ച്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.